ഇക്ക, ഞാൻ പോയി വരാം. മരുന്ന് സമയമാകുമ്പോൾ ഷംനയോ ആരിസോ എടുത്തു തരും. ഇത്ത പറഞ്ഞു. ആ ശരി, നീ ഷെരീഫിനോട് എന്നെ ഒന്ന് വിളിക്കാൻ പറയണം. ആ ശരി ഇക്ക. ഈ സാരി ഞാനിതുവരെ കാണാത്തതാണല്ലോ. നല്ല ഭംഗിയുമുണ്ട്. ഇതേത് സാരിയാ? അൻവറിക്ക ചോദിച്ചു. ഇത് ഞാൻ ഓൺലൈനിൽ കണ്ട് വാങ്ങിയതാ. ഇന്ന് ആദ്യമായാണ് ഉടുക്കുന്നത്. ഇക്കാക്ക് ഇഷ്ടായോ? നീ ഇങ്ങനെ ഒരുങ്ങിപ്പോകുമ്പോൾ ആളുകൾ നിന്നെ കൊത്തിക്കൊണ്ട് പോകും മോളെ. ആ, കൊണ്ടുപോയാ ഇക്കാക്ക് പിന്നെ വേറെ കെട്ടാലോ. ഇനി എനിക്ക് ആര് വരാൻ? നീ മാത്രം മതി. ഇവിടുന്ന് ഒന്ന് എഴുന്നേറ്റ് നടന്നാൻ പറ്റിയിരുന്നെങ്കിൽ നിന്റെ കൂടെ എനിക്കും വരായിരുന്നു. എന്താ കൂടെ വരാൻ പൂതി തോന്നുന്നുണ്ടോ ഇക്ക? അത് പിന്നെ നിന്നെ ഇങ്ങനെ കാണുമ്പോൾ നിന്റെ കൂടെ നടക്കാൻ വല്ലാത്തൊരു മോഹം. നീ അടുത്ത് വന്നേ, നിന്നെ ഞാനൊന്ന് ശരിക്കും കാണട്ടെ. ഏ വേണ്ടിക്ക, കണ്ടാ പിന്നെ ഇരിക്കാൻ പറയും. പിന്നെ സെന്റിയാകും. കൊച്ചിയിലെത്താനുള്ളതാ. നേരത്തെ പോയാൽ പെട്ടെന്ന് തിരിച്ചു വരാം. ഞാൻ പോട്ടെ. ഇത്ത അതും പറഞ്ഞ് അൻവറിൻ്റെ അടുത്തുനിന്ന് റൂമിൻ്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് പോകുമ്പോൾ അൻവറിന് തൻ്റെ അവസ്ഥയോർത്ത് നിരാശ തോന്നി. ഓരോ ദിവസം പോകുന്തോറും തൻ്റെ ഭാര്യയുടെ സൗന്ദര്യം കൂടിക്കൂടി വരുന്നു. അതയാളുടെ സമാധാനമില്ലാതാക്കി. താൻ കൂടെ ഉള്ളപ്പോൾ തന്നെ ആളുകൾ ഭാര്യയെ നോക്കുന്നത് ഇഷ്ടപ്പെടാത്ത അൻവറിന് അതെല്ലാം മനസ്സിലേക്ക് വന്നു. 10 വയസ്സിൻ്റെ വ്യത്യാസമുണ്ടെങ്കിലും ഒരിക്കൽ പോലും ആൻസിയ അൻവറിനോട് അതിൻ്റെ പരാതി പറഞ്ഞിട്ടില്ല. ഒരു കുറവും വരുത്താതെയാണ് അവളെ സ്നേഹിച്ചത്. അതുകൊണ്ട് അവളുടെ ഇഷ്ടത്തിനൊന്നും എതിര് പറയാൻ അൻവറിന് കഴിഞ്ഞില്ല. ഇപ്പോൾ താൻ കൂടില്ലാത്ത ഭാര്യ ഇങ്ങനെ ഒരുങ്ങിപ്പോകുമ്പോൾ ഉള്ളിൽ താല്പര്യമില്ലാഞ്ഞിട്ടും എതിര് പറയാനും അവളുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ് റൂമിൽ എഴുന്നേക്കാൻ പറ്റാതെ താഴ്ന്നു കിടക്കുന്ന അൻവറിൻ്റെ മനസ്സ് ഇതെല്ലാം ഓർത്ത് കണ്ണ് നിറഞ്ഞത്. ഭാര്യനെ ഒന്ന് തൊടാൻ പോലും പറ്റാത്ത അവസ്ഥ ഓർത്ത് അയാൾ കരയാൻ തുടങ്ങി. റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയ ഇത്താൻ്റെ അടുത്തേക്ക് ചെന്ന് ആലീസ് പറഞ്ഞു. ഇത്ത, ഇത് പുതിയ സാരിയാണോ? നല്ല ഭംഗിയുണ്ട്. എടി, നീ ഇക്കൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഷംന വരാൻ താമസിച്ചാൽ നീ മരുന്നെടുത്ത് കൊടുക്കണം. പിന്നെ ആ ജ്യൂസ് കൊടുക്കാൻ മറക്കരുത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ആ ഇത്ത, ഇവിടുത്തെ കാര്യങ്ങളോർത്ത് ഇത്ത ടെൻഷനാകണ്ട. അത് ഞാൻ ഏറ്റു. ഇത്ത കാറിൽ കയറിയിരുന്നതും ഞാൻ കാറെടുത്തു. ഗേറ്റ് കടന്ന് 100 മീറ്റർ ദൂരെയുള്ള പ്രധാന റോഡിലേക്ക് പോയി. 2 സൈഡിലും മരങ്ങളും തെങ്ങിൻ തോപ്പുകളും പിന്നെ പറമ്പിൻ്റെ നടുവിലൂടെയുള്ള 6 അടി വീതിയുള്ള പ്രൈവറ്റ് റോഡിൽ നിന്നും തിരിഞ്ഞ് കാർ ഒന്ന് ഒതുക്കി. അത് കണ്ട് ആൻസിയ ചോദിച്ചു. എന്താ ജോൺ, എന്താ നിർത്തിയത്? ഇത്ത, വന്ന് മുന്നിലിരിക്കെ, ഞാൻ പറഞ്ഞു. എടാ, അത് ഇവിടെ നിന്ന് വേണ്ട. കുറച്ച് മുന്നോട്ട് പോ. ആ ജംഗ്ഷൻ കഴിഞ്ഞ് മാറിയിരിക്കാം. അത് പോരെ? ശരി, നിങ്ങൾ പറയുന്ന പോലെ. ഞാൻ വീണ്ടും 1 കിലോമീറ്റർ കഴിഞ്ഞ് ജംഗ്ഷൻ കഴിഞ്ഞ് ഞാൻ വീണ്ടും കാർ ഒതുക്കി നിർത്തി. ഇത്ത ഞാൻ പറയാതെ തന്നെ ഡോറ് തുറന്ന് കാറിൽ നിന്നും ഇറങ്ങി മുന്നിലെ ഡോർ തുറന്ന് കാറിൽ കയറിയിരുന്നു. എന്താ ഇപ്പോൾ പോകാലോ? ഇത്ത ചോദിച്ചു. ഞാൻ വീണ്ടും ചിരിച്ചുകൊണ്ട് കാറ് വീണ്ടും മുന്നോട്ടെടുത്ത് യാത്ര തുടർന്നു. കുറച്ച് അടുത്തിരിക്കേണ്ട ഇത്ത, ഞാനൊന്ന് കണ്ടോട്ടെ ഈ സുന്ദരിയെ. അല്പം മുമ്പ് ഭർത്താവ് ഇതുപോലെ പറഞ്ഞപ്പോൾ കേൾക്കാതെ റൂമിൽ നിന്നും ഇറങ്ങിപ്പോന്ന ആൻസിയ ജോൺ പറഞ്ഞതും അവൻ്റെ അടുത്തേക്കിരുന്നു. എന്നിട്ട് ഗിയറിലുള്ള അവൻ്റെ കയ്യിൽ പിടിച്ചു. കൊച്ചിയിലെത്തുന്നവരെ ഞാനും ഇത്തയും വാരോധത സംസാരിച്ചു. ഇടയ്ക്ക് പല കോപ്രായങ്ങളും ഒപ്പിച്ചു. ഇത്തയെ ഷോപ്പിംഗ് മാളിൻ്റെ മുന്നിലിറക്കി ഞാൻ കാറെടുത്ത് ഇന്നലെ ഓർഡർ ചെയ്ത സാധനങ്ങൾ വാങ്ങാൻ അവർ പറഞ്ഞ സ്ഥലത്ത് ചെന്നു. അത് വാങ്ങി. ഞാൻ അതിൽ നിന്നും അതും അതിൻ്റെ റിമോട്ടും മാത്രം എടുത്തു. കാറ് പാർക്ക് ചെയ്ത് ഷോപ്പിംഗ് മാർക്കറ്റിൻ്റെ അടുത്ത് കയറി നടക്കുമ്പോൾ അവിടുത്തെ ജോലിക്കാരൻ ഒരാൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു. എന്താ സാർ, എന്താ വേണ്ടത്? അത് ആൻസി ഇത്ത എവിടെ? മാഡം ഓഫീസിലുണ്ട്. നിങ്ങളാരാ? ഞാനവരുടെ പുതിയ ഡ്രൈവറാണ്. ഓ, അവനെനിക്ക് ഓഫീസ് റൂം കാണിച്ചു തന്നു. ഞാൻ നേരെ അവിടേക്ക് ചെന്ന് കതകിൽ മുട്ടി. വാതിൽ തുറന്നത് മാനേജർ ഷെരീഫായിരുന്നു. എന്നെ കണ്ടപ്പോൾ പറഞ്ഞത്, ജോണല്ലേ, ഇരിക്ക്. മാം തിരക്കിലാണ്, ഞാൻ വിളിക്കാം. ആരാ, ജോണാണോ?
ഇത്ത അകത്തുനിന്ന് ചോദിച്ചു. അതെ മാഡം, മാനേജർ പറഞ്ഞു. അവനെ ഇങ്ങോട്ട് വിളിക്ക്. ഞാൻ അകത്തേക്ക് കയറിയപ്പോൾ ഇത്ത എന്നെ അടുത്തേക്ക് വിളിച്ചു. ഷെരീഫ്, ഇവൻ വെറും ഒരു ഡ്രൈവർ മാത്രമല്ല, എനിക്ക് ഒരു സഹായിയായി കൂടിയാണ്. നീ പോയി പിന്നെ നിസാറിനെ വിളിച്ചൊന്ന് വരാൻ പറ. എന്നിട്ട് നീ പുതിയ ഷോപ്പിൻ്റെ അടുത്തേക്ക് പോയിട്ട് സാറിനെ ഒന്ന് വിളിക്ക്. അൻവറിക്കെ, ഞാൻ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് വന്നോളാം. ആ ഓക്കെ മാഡം, ഷെരീഫ് പറഞ്ഞു. ഡാ, നീ ആ വാതിൽ ലോക്ക് ചെയ്ത് ഇവിടെ വന്നിരുന്നേ, ഇത്ത എന്നോട് പറഞ്ഞു. ഞാൻ വാതിൽ ലോക്ക് ചെയ്ത് ഇത്തയുടെ അടുത്തേക്ക് ചെന്നു. നീ എന്നെ ഇറക്കിയിട്ട് ഇതെവിടെ പോയിരുന്നു ഇത്രയും നേരം? ഇത്ത ചോദിച്ചു. ഞാൻ പാനിൻ്റെ പോക്കറ്റിൽ നിന്നും അതെടുത്ത് കാണിച്ചു. ഇത് വാങ്ങാൻ പോയതായിരുന്നു. ഏ, ഇതെന്താ? എൻ്റെ ഇത്താക്കുള്ള യന്ത്രം. ഞാൻ ഇത്തയെ കറങ്ങുന്ന ചെയറിൽ നിന്നും എഴുന്നേക്കാൻ പറഞ്ഞു. ജോൺ, വേണ്ട, നിസാർ വരും. അത് സാരില്ല ഇത്ത. എടാ, നീ എന്തായി കാണിക്കുന്നത്? എൻ്റെ ഇത്ത, നിങ്ങൾ മായാലോകം കണ്ടിട്ടുണ്ടോ? ഞാനിന്ന് നിങ്ങൾ കാണാത്ത ആ മായാലോകത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകാണ്. ഡാ ജോൺ, ഇത് ഓഫീസാണ്, നമുക്ക് പുറത്തിറങ്ങുമ്പോൾ നോക്കാം. ഇത്തത് പറഞ്ഞെങ്കിലും എനിക്കതിനുള്ള ക്ഷമയില്ലായിരുന്നു. ഞാൻ അത് വെച്ചുള്ള ഓരോ വ്യത്യസ്ത കലാപരിപാടികൾ തുടങ്ങി. പെട്ടെന്ന് നിസാർ അങ്ങോട്ട് വന്നു. ഉടനെ ജോൺ അവിടെ വിളിച്ചു. ഷംന വിളിച്ചോ? എന്തായി? ഇത്ത ചോദിച്ചു. അല്ല, ജോൺ എവിടെ? അവനോട് നിങ്ങൾ അവളെ പോയി വീട്ടിൽ കൊണ്ട് വിടാൻ പറയുമോ? അവനെ ഇപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ പറ്റില്ല. നീ പോയി അവളെ കൊണ്ടാക്കിയിട്ട് വാ. അതുമ്മ, ഞാനിപ്പോൾ പോയാൽ എങ്ങനെയാ? നീ പോയി ഷംനെ വീട്ടിലാക്കിയിട്ട് വാ, നേരം വൈകണ്ട. പിന്നെ ഉപ്പിയോട് ഞാനിന്നെത്താൻ കുറച്ച് സമയമെടുക്കുമെന്ന് പറയണം. അതുമ്മ, ഞാൻ തന്നെ പോണോ? ജോണിത് എവിടെ പോയതാ? അവനിപ്പോൾ ഒരു പണിയിലാണ്, അതാ പറഞ്ഞത് നീ ചെല്ല്. നിങ്ങളിന്ന് എന്തിനാ ഉമ്മ വയ്യാതെ എറണാകുളം പോകുന്നത്? അത് നാളെ പോയാൽ പോരെ? നിസാർ ചോദിച്ചു. അടുത്ത ആഴ്ച ഓപ്പൺ ചെയ്യാനുള്ളതാ, പോകാതെ പറ്റില്ല. പിന്നെ ജോണുണ്ടല്ലോ, പിന്നെ എന്താ കുഴപ്പം? ഞാൻ പറഞ്ഞ ഉമ്മ കേൾക്കില്ലല്ലോ. ഞാനെന്നാ പോയി വരാം. ശരി, നീ ഉപ്പയോട് എനിക്ക് വയ്യാത്തത് പറയാൻ നിൽക്കണ്ട. ഇല്ല, എന്നാ ഞാൻ പോയി വരാം. ഹാവൂ, രക്ഷപ്പെട്ടു. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ വേണ്ടെന്ന്. ഇപ്പോൾ എല്ലാം തീർന്നാനെ, ഇത്ത പറഞ്ഞു. ഓ, ഇത്താക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഞാനിനി ഒന്നിനുമില്ല. ഞാൻ കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞു. എടാ, നീ എവിടെ നിന്ന് വാങ്ങി ഈ കുന്തം? ആ, അതൊക്കെ ഞാൻ ഒപ്പിച്ചു. അങ്ങനെ ഓഫീസിലുള്ള ബാക്കിയുള്ള കലാപരിപാടിയും കഴിഞ്ഞ് എല്ലാം സെറ്റാക്കി ടേബിൾ പഴയതുപോലെ ഫയലെല്ലാം നേരെയാക്കി വെച്ച് ഇത്തയോട് സംസാരിച്ച് നിൽക്കുമ്പോഴാണ് വാതിലിൽ ഒരു മുട്ട് കേട്ടത്. ഡാ, നിസാർ വന്നെന്ന് തോന്നുന്നു. ജോണെ, എന്നെ ഒന്ന് നോക്കിയേ. എന്നിപ്പോൾ കണ്ട ഒന്നും തോന്നില്ലല്ലോ. ഏയ്, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. എടാ, എന്തെങ്കിലും പ്രശ്നമാകുമോ? ഏയ്, അവനറിയില്ല. നിങ്ങൾ നോർമലായി നിന്നാൽ മതി, അല്ലെങ്കിൽ സംശയമാകും. വാതിൽ വീണ്ടും മുട്ടി. ഞാൻ വാതിൽ തുറന്നു കൊടുത്തു. ഓഫീസിൻ്റെ അകത്തേക്ക് കയറിയ നിസാർ നേരെ എത്തിയുടെ അടുത്തേക്ക് ചെന്നു. നീ വേഗം പോയി പോന്നോ? ഉപ്പാൻ്റെ അടുത്ത് പോയില്ലേ? ഏ, വേഗം വന്നോന്നോ? ഞാൻ പോയിട്ട് സമയം ഇത് എത്രയായെന്നറിയോ? ഓ, ആണോ? ജോണെ, നീയപ്പോൾ വന്നു? നിസാർ ചോദിച്ചു. അവനിപ്പോൾ വന്ന് കയറിയതേ ഉള്ളൂ. നീ ഉപ്പയോട് പറഞ്ഞോ ഞാൻ പറഞ്ഞത്? ആ, പറഞ്ഞു. ഉപ്പ അധികം വൈകണ്ടെന്ന് പറഞ്ഞു. നീ എന്താ എന്നെങ്കിലും നോക്കുന്നത്? നിസാറിൻ്റെ നോട്ടം കണ്ട് ഇത്ത ചോദിച്ചു. ഒന്നുമില്ല, നിങ്ങൾ ഞാൻ പോകുമ്പോഴുള്ളതിനേക്കാൾ ഉഷാറായിട്ടുണ്ടല്ലോ. ആ, അത് നിനക്ക് തോന്നുന്നതാകൂടാ. ഞാൻ നിസാറിൻ്റെ പിറകിൽ പോയി നിന്ന് വാപൂത്തി ചിരിച്ചു. എടാ, നീ തീർക്കാനുള്ള വർക്ക് തീർത്ത് വേഗം വീട്ടിലേക്ക് പോ. ഉമ്മയിന്ന് കുറച്ച് വൈകും വരാൻ. ശരി. അല്ലുമ്മ, നിങ്ങൾക്ക് നല്ലൊരു ഡ്രസ്സ് ധരിച്ചൂടെ? എപ്പോഴും ചെറുപ്പാണെന്ന വിചാരം. ആളുകൾ എന്താ പറയുക? നിസാർ ചോദിച്ചു. ആളുകളല്ലേ എൻ്റെ കാര്യം തീരുമാനിക്കുന്നത്. നിനക്കും നിൻ്റെ ഉപ്പാക്കും ഞാൻ ഒരുങ്ങി നടക്കുന്നത് അല്ലെങ്കിലും പറ്റില്ല. ഞാൻ എറണാകുളത്ത് പോവാണ്. നീ ഞാൻ പറഞ്ഞതുപോലെ ചെയ്. ഇത്ത ഓഫീസിൽ നിന്നും ഇറങ്ങാൻ പോകുമ്പോൾ എന്നോട് ചോദിച്ചു. ജോൺ, നീ വരുന്നില്ലേ? ആ, വരാ ഇത്ത, നടക്ക്. നിസാർ, നീ ഇപ്പോഴും ഏത് കാലത്താണ് ജീവിക്കുന്നത്?
ആ ഡ്രസ്സിന് ഇപ്പം എന്താ പ്രശ്നം? ഞാനായിരുന്നു നിന്റെ സ്ഥാനത്തെങ്കിൽ സന്തോഷമായിരിക്കും. അത് ചേട്ടന് പറഞ്ഞാൽ മനസ്സിലാകില്ല. നിസാർ എന്നോട് പറഞ്ഞു. നീ ഇനിയും ഒരുപാട് മാറാനുണ്ട്. വെറുതെ അല്ല ആൻറ്റി പറഞ്ഞത് നീയൊരു പഴഞ്ചനാണെന്ന്. ആര്? ആരീസ് ചേച്ചിയോ? ആ അതെ. വേറെയും കാര്യം ആൻറ്റി പറഞ്ഞു. ഇപ്പോൾ സമയമില്ല, ഞാൻ പിന്നെ പറയാം. ഞാനൊരു ഏറ് നിസാറിന് കൊടുത്തു. അത് കേട്ട് നിസാറിന് എന്തോ പോലെയായി. എന്നാലും ഷംന ചേച്ചിയോട് എന്താ പറഞ്ഞിട്ടുണ്ടാകാം? പുറത്തിറങ്ങി പാർക്കിങ്ങിൽ പോയി കാറെടുത്ത് ഞാൻ മാളിൻ്റെ മുന്നിലേക്ക് വന്നു. മുന്നിലെ ഡോർ ഞാൻ തുറന്നു കൊടുത്തു. ഇത്ത ഒന്ന് മടിച്ചിട്ടാണെങ്കിലും മാളിൻ്റെ മുന്നിലുള്ള സെക്യൂരിറ്റി നോക്കി ചിരിച്ച് കാറിൽ കയറിയിരുന്നു. ഞങ്ങൾ കുറച്ച് മുന്നോട്ട് പോയി. എറണാകുളം എത്താൻ നേരം ഇത്ത പറഞ്ഞു, എന്താ ജോൺ നീ ഒന്നും മിണ്ടാത്തത്? ഏയ് ഒന്നുമില്ല, ഞാൻ നിസാറിൻ്റെ അവസ്ഥ ഒന്ന് ഓർക്കുകയായിരുന്നു. അവന് സംശയമുണ്ടാവുമോ ജോൺ? ഏയ് അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. ആ അവൻ്റെ നോട്ടം കണ്ട് ഞാൻ പേടിച്ചു പോയി. ഞാൻ വേഗം അവിടെ നിന്ന് പോകുന്നതാ. അല്ല, എങ്ങനെയുണ്ട് എൻ്റെ പരിപാടി? ഞാൻ ചോദിച്ചു. ഒന്ന് പോടാ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. അത് കേട്ട് ഞങ്ങൾ ചിരിച്ചു. ഞാൻ ആ സമയം ആൻറ്റിക്ക് വിളിച്ചു. അപ്പോൾ ആൻറ്റി ഇത്തയോട് പറഞ്ഞു, ഇത്ത ഇപ്പോൾ എന്നെ മറന്നല്ലേ ജോണിനെ കിട്ടിയപ്പോൾ? ഇത്ത എന്നെ നോക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത്ത ആൻറ്റിയുടെ സങ്കടം നമുക്ക് ഒന്ന് തീർത്തു കൊടുത്താലോ? അത് കേട്ട് ഇത്ത ചിരിക്കാൻ തുടങ്ങി. ജോൺ, എൻ്റെ ഇത്ത തന്നെയാണോ ഈ ചിരിക്കുന്നത്? ആൻറ്റി ഫോണിലൂടെ ചോദിച്ചു. ആൻറ്റി, ഇത്ത ഇപ്പോൾ അൻവറിൻ്റെ ഭാര്യ മാത്രമല്ല, എൻ്റെ കാമുകിയും കൂടിയാണ്. അതാണ് ഈ സന്തോഷത്തിന് കാരണം. ഏ ആണോ ഇത്ത? അത് കേട്ട് ഇത്ത നാണിച്ച് തല താഴ്ത്തി. ആൻറ്റി, രാത്രി വൈകും വരാൻ. നിങ്ങളെല്ലാവരും ഉറങ്ങിയാൽ ഔട്ട് ഹൗസിലേക്ക് വാ, ഇന്ന് നമുക്ക് പൊളിക്കാം. ജോൺ, നീ കാര്യമായാണോ പറയുന്നത്? ഇത്താക്ക് ഓക്കെ ആണോ? ആൻറ്റി ചോദിച്ചു. ഞാൻ എന്തു പറഞ്ഞാലും എൻ്റെ ഇത്ത കേൾക്കും. ഞാൻ പറഞ്ഞു. അങ്ങനെ എറണാകുളം പുതിയ ഷോപ്പിൻ്റെ വടക്കിടക്കുന്ന ഇടത്ത് പോയി വേഗം അവിടെ നിന്ന് പോന്നു. നേരെ വൈറ്റിലയിൽ പോയി ബ്യൂട്ടി സലൂണിൽ ചെന്ന് ഇത്തയെ മേക്കപ്പ് ചെയ്ത് മേക്ക് ഓവർ ചെയ്യാൻ കുറച്ച് സമയമെടുക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് ഞാൻ കാറെടുത്ത് അടുത്തുള്ള മാളിൽ പോയി കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങി കാറിൽ വെച്ചു. സമയം രാത്രി 8 മണിയായപ്പോൾ ഇത്തയുടെ ഫോണിലേക്ക് നിസാറിൻ്റെ കോൾ വന്നു. ഞാനാണ് ഫോൺ എടുത്തത്. ഉമ്മ എവിടെയാ, പോരുന്നില്ലേ? നിസാർ, ഞാൻ ജോണാണ്. ഇത്ത തിരക്കിലാണ്. ഞങ്ങൾ 10 മണിയാകും എത്താൻ. ആ വേഗം പോരാൻ പറ, ഉപ്പ ചോദിക്കുന്നുണ്ട്, അവൻ പറഞ്ഞു. അങ്ങനെ സമയമേറെയായി. രാത്രി ആലീസ് എല്ലാവരും കിടക്കാൻ പോയ സമയം അൻവറിക്കയുടെ അടുത്ത് പോയി മരുന്ന് കൊടുക്കാനെന്ന കൂട്ടത്തിൽ ഉറങ്ങാനുള്ള മരുന്നും കൊടുത്തുറക്കി. എടാ അൻവറെ, എൻ്റെ ഇച്ഛാനെ പറ്റിച്ച് നീ നേടിയതെല്ലാം നിനക്ക് നഷ്ടപ്പെടാൻ പോവാണ്. നിന്റെ ഭാര്യ ആൻസിയെ ഇന്ന് രാത്രിയോടെ നിനക്ക് അന്യമകൻ പോവുകയാണ്. ഇത്ത സന്തോഷത്തോടെ കൂകി വിളിച്ച് പറഞ്ഞു. പക്ഷേ ഇതൊന്നും അൻവർ കേൾക്കുന്നില്ല. കാർ പോർച്ചിൽ കാർ ഒതുക്കിയിട്ട് വായിത്ത എന്ന് ഞാൻ പറഞ്ഞു. ജോൺ, ആരീസ് എന്നെ ഈ കോലത്തിൽ കാണണ്ട. നീ അവളോട് ഇപ്പോൾ വരാൻ പറയല്ലേ. മോഡേൺ ഡ്രസ്സിങ്ങിൽ മേക്ക് ഓവർ ചെയ്ത് പൊളി ലുക്കി നിൽക്കുന്ന ഇത്തയെ കണ്ടാൽ ബോളിവുഡ് നടിമാർ പോലും തോറ്റുപോകും. വാ ഇത്ത, നമ്മുടെ സ്വന്തം ആൻറ്റിയല്ലേ, വാ. ഔട്ട് ഹൗസിലെത്തി ഞാൻ ആൻറ്റിയെ വിളിച്ചു. അല്പം കഴിഞ്ഞ് ആൻറ്റി ഔട്ട് ഹൗസിലേക്ക് വന്നു. ഇത്തയെ കണ്ട് ആൻറ്റി നെട്ടി. അല്ല, ഇതെന്താ ഇത്ത ഈ വേഷത്തിൽ? അൻവർക്ക് നിങ്ങളെ കണ്ടാൽ എന്താകും? ആൻറ്റി, നിങ്ങൾ കേട്ടോ? അൻവറിക്കയുടെ മാത്രമായിരുന്ന ഇത്ത പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഞാൻ കേട്ടില്ല. ഇത്താക്ക് ഇക്കെ വേണ്ടെന്ന്, എന്നെ മതിയെന്ന്. ഏ ആണോ ഇത്ത? ആൻസിയുടെ അടുത്തേക്ക് ചെന്ന് ആൻറ്റി ചോദിച്ചു. ഇത്ത ആണോ? ഇത്ത ജോണിൻ്റെ പെണ്ണാണോ? ആരീസ്, ഷംന ഒരിക്കലും ഇതൊന്നും അറിയരുത് പ്ലീസ്, ഇത്ത പറഞ്ഞു. എൻ്റെ ഇത്ത, അവൾക്ക് എല്ലാം അറിയാം. ഇന്നവൾ എന്നോട് പറഞ്ഞപ്പോൾ പോലും ഞാൻ നെട്ടി. ഏ അവൾ അറിഞ്ഞോ? അവൾ നിസാറിനോട് പറഞ്ഞാലോ? ഇത്ത, അവൾ ആരോടും പറയില്ല. അവളുടെ അവസ്ഥ നിങ്ങളെക്കാൾ മോശമാണ്. ഇത്താക്ക് അറിയുന്നതാണ്. എന്നാലും എല്ലാം അവൾ നിങ്ങളോട് പറഞ്ഞില്ലേ? ഇത്ത,
നിസാർ വല്ലപ്പോഴുമാണ് ഒന്ന് കൂടുന്നത്. അവൾ അറിഞ്ഞതൊന്നും ആരും അറിയാതിരിക്കാൻ അവൾ ആവശ്യപ്പെട്ടത് ഒറ്റ കാര്യമാണ്. അതെന്താ? ഇത്ത ആകാംക്ഷയോട് ചോദിച്ചു. ഇത്താക്ക് ഞാൻ തന്നത് അവൾക്കും അതുപോലെ വേണമെന്ന്. ഏ, എന്നിട്ട് നീ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? എൻ്റെ ഇത്ത, അവളെപ്പോലൊരു പെണ്ണ് എന്നോട് അങ്ങനെ പറയുമ്പോൾ എനിക്ക് പറ്റില്ലെന്ന് പറയാൻ പറ്റുമോ? ആലീസ്, നീയപ്പോ? അതേ ഇത്ത, നിസാർ വരുന്നത് വരെ അവൾ എൻ്റെ കൂടെയായിരുന്നു. അൻവർ വന്ന് വിളിക്കുമ്പോൾ ഷംന എൻ്റെ അടുത്തായിരുന്നു. ഞാനാണ് പോയി വാതിൽ തുറന്നു കൊടുത്തത്. അവളപ്പോൾ എന്നോടൊരു കാര്യം കൂടി ചോദിച്ചു. എന്ത്? ഉമ്മയും ജോണും തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന്. ഉമ്മ പുറത്തു പോകുമ്പോഴും ജോണിൻ്റെ കാര്യം പറയുമ്പോഴും എനിക്കൊരു സംശയമുണ്ടെന്ന്. ആണോ? എന്നിട്ട് നീ എന്തു പറഞ്ഞു? ഇത്ത, ഷംനയെല്ലാം അറിഞ്ഞു. ഇനി അവളെ കൂടെ നിർത്തിയാൽ ആർക്കും പ്രശ്നമില്ല. അപ്പോൾ നീ അവളോട് ഞാൻ ജോണിൻ്റെ കൂടെ നടക്കുന്നതൊക്കെ പറഞ്ഞോ? ഇത്ത, അവൾ ആരോടും പറയില്ല. പിന്നെ എന്താ പ്രശ്നം? ആലീസ്, അത് അവളെൻ്റെ മരുമോളാണ്. എൻ്റെ മോൻ്റെ ലൈഫ്. എനിക്ക് വയ്യ. ഞാനിത് എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത്? ഹ, ഇത്ത പേടിക്കാതെ. ഞങ്ങൾ ആരോടും പറയില്ല. ഇത്തയുടെ മനസ്സ് മാറുന്നതിന് മുമ്പേ ഞാൻ ഇത്തയുടെ മനസ്സ് മാറ്റാൻ ശ്രമം തുടങ്ങി. ആൻറ്റി കാര്യം മനസ്സിലാക്കി ഇത്തയുടെ മുന്നിലേക്ക് വന്ന് സംഗതി ഉഷാറാക്കി. ആലീസ്, വേണ്ട. ഇനി ഞാൻ ഇത് തുടർന്നാൽ എൻ്റെ ജീവിതം നശിക്കും. എൻ്റെ മോൻ്റെ ലൈഫും തകരും. എന്താ ഇത്ത, എല്ലാം മറന്നോ? എല്ലാം വേണ്ടെന്ന് വെക്കുകയാണോ? എൻ്റെ ചോദ്യത്തിന് ഇത്താക്ക് മൗനമായിരുന്നു മറുപടി. അങ്ങനെ ആ മൗനം ഞങ്ങൾ ആഘോഷമാക്കി. അതുവരെ കണ്ട ഇത്തയിൽ നിന്നും ഒരുപാട് മാറ്റം ഒറ്റ രാത്രി കൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കി. പുലർച്ചെ ഔട്ട് ഹൗസിൽ നിന്നും പോകുമ്പോൾ ഇത്തയുടെ മനസ്സിൽ അൻവറയ്ക്കോട് സ്നേഹത്തിൻ്റെ അംശം പകുതിയിൽ താഴെയായിരുന്നു. വീട്ടിലേക്ക് പോവാൻ നേരം ഇത്ത പറഞ്ഞു, താങ്ക്സ് ജോൺ. ആരിസ്, നിങ്ങളില്ലെങ്കിൽ എനിക്ക് ഈ ആഘോഷങ്ങൾ ഉണ്ടായില്ലായിരുന്നു. അതെ, എനിക്ക് കിടക്കാൻ ഒരു പുതിയ പുതപ്പ് കിട്ടുമോ? ഞാൻ ചോദിച്ചു. അതൊക്കെ ഞാൻ കൊണ്ടുതരാം ജോൺ. ഇനി നീ എൻ്റെ മാത്രമാണ്. ഇനിയൊന്നും ഞാൻ അൻവറയ്ക്കൊക്കെ കൊടുക്കില്ല. ഇത്ത ചിരിയോടെ പറഞ്ഞു. വീട്ടിൽ കയറുമ്പോൾ ഇത്ത, ആലീസ്, നീ പോയി കിടന്നോ. പിന്നെ രാവിലെ എന്നൊന്ന് ഫോണിൽ വിളിക്ക്. ഇന്ന് ഹോസ്പിറ്റലിൽ പോകാനുള്ളതാ. ചെറിയ എന്തെങ്കിലും മതി, നിസാറിന് സംശയം തോന്നാൻ. ഇത്ത റൂമിൽ ചെന്ന് ഫ്രഷായി. റൂമിൽ അൻവറക്ക ഉറക്കമാണോ എന്ന് ഉറപ്പ് വരുത്തി ഒരു ബെഡ്ഷീറ്റ് എടുത്ത് അവൻ ഔട്ട് ഹൗസിലേക്ക് പോയി. ജോൺ, ജോൺ, വാതിൽ തുറക്ക്. ഞാൻ ആൻസിയാണ്. ഏ, ആര്? ആൻസിയോ? അപ്പോൾ ഇത്താന്നല്ലേ പറഞ്ഞിരുന്നത്? ഇപ്പോൾ അത് മാറ്റിയോ? നീ വാചകടിക്കാതെ മാറി നിൽക്കടാ. ഇത് പുതിയതാണോ? ഞാൻ ചോദിച്ചു. അല്ല, ഇക്ക വാങ്ങിയതാ. ഞങ്ങൾ ഉപയോഗിക്കുന്നതാണ്. ഇതെന്താ ഇതിൽ വേറെ? നീയല്ലേ റൂമിൽ കിടക്കുമ്പോൾ ഒടുക്കാൻ ഒന്നുമില്ലെന്ന് പറഞ്ഞത്? ഇക്കാൻ്റെയാണ്. അങ്ങേർക്ക് അതുള്ളതൊക്കെ മതി. അപ്പോൾ പുതപ്പും ഡ്രസ്സുമെല്ലാം ഇക്കാൻ്റേത് എനിക്ക് കിട്ടി. ഇനി ഈ ബീവിയെ കൂടി എനിക്ക് കിട്ടുമോ? ഞാൻ ചോദിച്ചു. ഡാ, വെളിച്ചം വെക്കാറായി. കളി പറയാതെ ഞാൻ പോവുക. ഇത്ത, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞിട്ട് പോ. ഞാനെല്ലാം നിനക്ക് തന്നില്ലേടാ, പിന്നെ എന്താ പ്രശ്നം? അതിങ്ങനെ ഒളിച്ചും പേടിച്ചും അല്ലേ. ആർക്കും ഒന്നും പറയാൻ പറ്റാത്ത നിലക്ക് നിങ്ങൾക്ക് എൻ്റേതായിക്കൂടെ? ജോൺ, നീ എന്താ ഉദ്ദേശിക്കുന്നേ? ഇതേ ഞാൻ മാരേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഉണ്ടാ, ഞാൻ പോട്ടെ. നീ വെറുതെ ടെൻഷൻ ഉണ്ടാക്കല്ലേ. പേടിയാവുമെന്ന് കേട്ടിട്ട്. ഇത്ത, ഞാൻ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്. അത്രയും ഇഷ്ടമാണ് എനിക്ക് നിങ്ങളെ. ജോൺ, നീ എന്തൊക്കെയാണ് പറയുന്നേ? ഞാൻ ഒരാളുടെ ഭാര്യയാണ്. എനിക്ക് മുതിർന്ന 2 മക്കളുണ്ട്. മാത്രമല്ല, എനിക്ക് നിന്നേക്കാൾ പ്രായം കൂടുതലുണ്ട്. നീ വെറുതെ വേണ്ടാത്തത് ചിന്തിക്കണ്ട. പ്രായം എനിക്കൊരു പ്രശ്നമില്ല. പിന്നെ മക്കൾ. നിസാറിനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയ പോരെ. പ്ലീസ്, എതിര് പറയല്ലേ ഇത്ത. ജോൺ, ഇല്ല, ഇത് നടക്കില്ല. ഓക്കെ, നോക്കാം. ഔട്ട് ഹൗസിൽ നിന്നും ഇറങ്ങാൻ നേരം ഞാൻ വീണ്ടും ചോദിച്ചു, ഇത്ത, ഞാൻ പറഞ്ഞത് ഒന്നുകൂടി ആലോചിച്ചൂടെ? ഇത്ത ഒന്നും തിരിച്ചു പറയാതെ അവിടെ നിന്നിറങ്ങി വീടിൻ്റെ അകത്തേക്ക് പോയി. സമയം ഏറെ കഴിഞ്ഞു. രാവിലെ 9 മണിയായപ്പോൾ എല്ലാവരും ചായ എല്ലാം കുടിച്ചു.
നിസാർ കാറ് വീണ്ടും മുന്നിലേക്ക് അടുപ്പിച്ച് നിർത്തി. പിന്നെ എല്ലാവരും കൂടി ഈക്കെ താങ്ങിപ്പിടിച്ച് കാറിൽ കയറ്റി. ഇത്തയുടേത് ഒരപായമായിരുന്നു വേഷം. നിസാർ കാറെടുത്ത് പോകുമ്പോൾ ഞാൻ ആൻറ്റിയെ അടുത്തേക്ക് വിളിച്ചു. ആൻറ്റി, അപ്പോൾ ഷംന പോകുന്നില്ലേ കൂടെ? ഏയ് ഇല്ലടാ, അവൾ സാധാരണ അങ്ങ് പോകാറില്ല. ആഹാ, കൊള്ളാലോ. ഡാ, നീ മനുഷ്യനാണോ? പോയി റെസ്റ്റ് എടുക്ക്, ഇനിയും സമയമുണ്ടല്ലോ. നീ ഇങ്ങനെ തിരക്ക് കൂട്ടാതെ ഇത്തെ പിണക്കാതെ വേഗം ഇനി എന്തു ചെയ്യും? എന്താ ആൻറ്റി, ആൻറ്റിയുടെ അടുത്ത പ്ലാൻ? പിടിക്കപ്പെട്ടാൽ തീർന്നു. അതിനു മുമ്പ് കാര്യങ്ങൾ ഒന്ന് സ്പീഡാക്കാൻ നോക്ക്. ഇത് സെറ്റാ, അതെനിക്ക് ഉറപ്പാ. ഞാൻ പറഞ്ഞു. ആ, ഇന്നലെ നീ കണ്ടില്ലേ അവർ പെട്ടെന്ന് മാറുന്നത്? അതിന് ശേഷമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. രാവിലെ പുതപ്പ് വരാൻ വന്നപ്പോൾ ഞാനൊന്ന് പരീക്ഷ നോക്കി. ആഹാ, എന്നിട്ടെന്താ, അവർ സെറ്റാ. എടാ, സത്യമാണോ? അതെ ആൻറ്റി. എന്നാൽ ഇനി കാര്യങ്ങൾ എളുപ്പമായി. ഷംന അവളുടെ കാര്യങ്ങൾ ഞാൻ നിനക്ക് സെറ്റാക്കി തരും, അത് പോരെ? എന്നാ ഞാൻ പോയി കിടക്കട്ടെ. സത്യത്തിൽ നല്ല ക്ഷീണമുണ്ട്. ഞാനങ്ങനെ ഔട്ട് ഹൗസിലേക്ക് കയറിപ്പോയപ്പോൾ ആലീസ് ആൻറ്റി വീടിനകത്തേക്ക് കയറി വാതിലടച്ചു. ചേച്ചി, ഇതെവിടെ പോയതാ? ജോണിൻ്റെ അടുത്ത് പോയതാണോ? ആൻറ്റിയെ കണ്ടതും ഷംന ചോദിച്ചു. ആ, ഞാൻ അവനോട് ഓരോന്ന് ചോദിക്കായിരുന്നു. എന്ത്? നിൻ്റെ ഇക്കയുടെ ഉമ്മയെക്കുറിച്ച്. ഏ, ഉമ്മയെക്കുറിച്ച് എന്താ ഇത്രമാത്രം ജോണിനോട് ചോദിക്കാൻ? എന്താ ചേച്ചി, എന്നോട് പറയില്ലേ? ആലീസ് ഷമ്മയുടെ അടുത്തേക്ക് ചെന്ന്. ഞാൻ പറയാം, പക്ഷേ നീ എന്നെ ഒന്ന് സഹായിക്കണം. ഏ, അത് പറയാൻ ഞാൻ എന്തിനാ സഹായിക്കുന്നത്? ഇന്നലെ ഒന്നും ആയില്ല. നിസാർ പെട്ടെന്ന് വരുമെന്ന് ഞാൻ കരുതിയില്ല. ഞാൻ പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ ഇങ്ങനെയുള്ള ആളുകളെ പറ്റി. മോൾക്ക് ഇഷ്ടമായില്ലേ? ആ ആൻറ്റി, ഇഷ്ടമായി. അതുപോട്ടെ, എന്താ ഉമ്മയെക്കുറിച്ച് നിങ്ങൾ ജോണിനോട് ചോദിച്ചത്? അത് പറഞ്ഞില്ലല്ലോ. വാ, ഞാൻ പറയാം. ഇന്നലെ നിസാർ വല്ലതും തന്നോ? ഞാൻ മുൻകൈ എടുത്ത് ഒന്ന് ഒപ്പിച്ചു. എന്നിട്ട് എങ്ങനെയുണ്ട്, കൊള്ളാവോ? ആ, കുഴപ്പമില്ല, ഷംന പറഞ്ഞു.